2024 ഒരു റിപ്പോർട്ട് വന്നിരുന്നു. റഷ്യയുടെ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മനി മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട്. ജർമ്മനി സുരക്ഷ ശക്തമാക്കുന്നു. അതിൻ്റെ ഭാഗമായി മെട്രോ സ്റ്റേഷനുകൾ എയർ റെയ്ഡ് ഷെൽട്ടറാക്കി മാറ്റുന്നു. ബോംബാക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് സംരക്ഷണം ഒരുക്കാനായി ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന പ്രത്യേക ഷെൽട്ടറുകളാണ് എയർ റെയ്ഡ് ഷെൽട്ടറുകൾ. പല കെട്ടിടങ്ങളും ബങ്കറുകളാക്കി മാറ്റുന്നു. മാത്രമല്ല, ആക്രമണം ഉണ്ടാകുമ്പോൾ ആളുകളെ ഈ സുരക്ഷാ ഷെൽട്ടറുകളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ആപ്പ് പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു. റഷ്യ യുക്രൈൻ സംഘർഷം തീവ്രമായതോടെയാണ് പുതിയ നീക്കങ്ങളുമായി ജർമ്മനി മുന്നോട്ട് പോയത്. നേരത്തെ പൊതു ബങ്കറുകളുടെ എണ്ണം കുറയ്ക്കാനായിരുന്നു ജർമ്മനിയുടെ ശ്രമം. എന്നാൽ റഷ്യ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് പുതിയ തീരുമാനം രാജ്യം കൈക്കൊണ്ടത്. ജർമ്മനി മാത്രമല്ല, പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സുരക്ഷ ശക്തമാക്കുന്നുണ്ട്. ബങ്കറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട് ഒരു വർഷം പിന്നിടുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം കനത്തു. ഇരു രാജ്യങ്ങളും കൊണ്ടും കൊടുത്തും മുന്നേറുന്നു. ഈ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ജർമ്മനി മുന്നോട്ട് പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബങ്കറുകളും ഷെൽട്ടറുകളും ജർമ്മനി കൂടുതൽ സജ്ജീകരിക്കുകയാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ റഷ്യ മറ്റൊരു യൂറോപ്യൻ രാജ്യത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് ജർമ്മനിയുടെ നീക്കം. ഫെഡറൽ ഓഫീസ് ഓഫ് സിവിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ അസിസ്റ്റൻറ്റ് മേധാവി റാൽഫ് ടെസ്ലർ വാർത്താ ഏജൻസിയായ സുഡിഷെ സിറ്റുങ്ങിനോട് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കേണ്ട സാഹചര്യമില്ല എന്നൊരു വിശ്വാസം ജർമ്മനിയിൽ വളരെ കാലമായി ഉണ്ടായിരുന്നു. അത് മാറി. യൂറോപ്പിൽ ഒരു വലിയ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. യുക്രൈനിലെ 3 വർഷത്തെ യുദ്ധത്തിന് ശേഷം 2029ഓടെ റഷ്യ ഒരു നാറ്റോ അംഗരാജ്യത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്ക വർദ്ധിച്ചു വരുന്നു. ജർമ്മനിയുടെ പ്രതിരോധ മേധാവി ജനറൽ കാർസ്റ്റൻ ബ്രൂവർ കഴിഞ്ഞയാഴ്ച BBC-യോട് പറഞ്ഞത്, റഷ്യ ഓരോ വർഷവും 100 കണക്കിന് ടാങ്കുകൾ നിർമ്മിക്കുന്നുണ്ടെന്നും 2029ഓടെയോ അതിനു മുമ്പോ ബാൾട്ടിക് മേഖലയിലെ നാറ്റോ രാജ്യങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഇവ ഉപയോഗിക്കാമെന്നുമാണ്. അതേസമയം പുതിയ ബങ്കറുകൾ നിർമ്മിക്കുന്നതിന് പകരം നിലവിലുള്ള ബങ്കറുകൾ ഉപയോഗിക്കാൻ ജർമ്മനി ശ്രദ്ധിക്കുന്നു. കാരണം പുതിയ ബങ്കറുകൾ വളരെയധികം സമയമെടുക്കും, ഒപ്പം ചെലവേറിയതുമാണ്. തുരങ്കങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ, ഭൂഗർഭ ഗാരേജുകൾ, കാർ പാർക്കുകൾ, പൊതുകെട്ടിടങ്ങളുടെ ബേസ്മെൻറ്റുകൾ എന്നിവ ഷെൽട്ടറുകളായി ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതികളാണ് നടത്തുന്നത്. ദശലക്ഷം ആളുകൾക്ക് വേഗത്തിൽ ഷെൽട്ടർ ഒരുക്കുന്നതിന് ഇത്തരം ഇടങ്ങൾ ബങ്കറുകളാക്കി മാറ്റേണ്ടതുണ്ട്. ദി ഗാർഡിയൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ വേനൽക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു പൂർണ്ണ പദ്ധതി അവതരിപ്പിക്കും. പുതിയ നിർമ്മാണത്തെ മാത്രം ആശ്രയിക്കുന്നത് പര്യാപ്തമല്ലെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അത്തരം ഷെൽട്ടറുകൾ ആസൂത്രണം ചെയ്യാനും നിർമ്മിക്കാനും വളരെ സമയമെടുക്കും. അത് വളരെ ചെലവേറിയതുമായിരിക്കും. അതിനാൽ നിലവിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നതിലാണ് ജർമ്മനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശീതയുദ്ധ കാലഘട്ടത്തിൽ ഏകദേശം 2000 ബങ്കറുകൾ ജർമ്മനിയിലുണ്ട്. എന്നാൽ 600-ൽ താഴെ, കൃത്യമായി പറഞ്ഞാൽ 580 ഷെൽട്ടറുകൾ മാത്രമാണ് പ്രവർത്തനക്ഷമമായ അവസ്ഥയിലുള്ളത്. മിക്കതിനും ചെലവേറിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. പക്ഷേ അപ്പോഴും ഇവ ഏകദേശം 4,80,000 ആളുകൾക്ക് മാത്രമേ അഭയം നൽകൂ. ഇത് ജർമ്മനിയുടെ ജനസംഖ്യയുടെ 1% താഴെയാണ് വരുന്നത്. യുക്രൈനിലെ റഷ്യയുടെ നടപടിക്ക് പിന്നാലെ യൂറോപ്പിലുടനീളം സമാനമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യയുടെയും യുക്രൈൻ്റെയും അതിർത്തിയിലുള്ള പോളണ്ട് ഈ വർഷം തങ്ങളുടെ GDP-യുടെ ഏകദേശം 5% പ്രതിരോധത്തിനായി ചെലവഴിക്കുന്നുണ്ട്. BBC റിപ്പോർട്ട് പ്രകാരം മറ്റേതൊരു നാറ്റോ രാജ്യത്തെക്കാളും കൂടുതൽ പ്രതിരോധ വിഹിതമാണത്.